പൊന്മണി നിർത്തുക കേട്ടോ. ഞാൻ ഉപദ്രവിക്കുന്നോണ്ടാണ് ഞാൻ നാട്ടി വിടുന്നത്. ഒറ്റടി വെച്ചോട്ടോ. ഒരുമാതിരി എന്നോട് വർത്താനം പറയുന്നേ. ഹലോ കൂട്ടുകാരെ, പൊന്നുണ്ടല്ലോ. പൊന്നു കുളിക്കാൻ പോയതാണ് കേട്ടോ. പൊന്നുവിന് ഇന്നൊരു പ്രാങ്ക് കൊടുക്കാൻ വിചാരിച്ചു. എന്താണെന്ന് വെച്ചാൽ പൊന്നുവിനെ നാട്ടിൽ വിടാമെന്ന് പറയാൻ പോവാണ് ഞാൻ. ഡെലിവറി കഴിഞ്ഞ ടൈമല്ലേ, അപ്പം ഇവിടെ എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, പ്രസവ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര പാടാണ്, അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കും. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കാരണം കുഞ്ഞിൻ്റെ പാസ്പോർട്ട് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പം പാസ്പോർട്ടില്ലാതെ നമുക്ക് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പൊന്നിനെ എത്രത്തോളം വിശ്വസിക്കുമല്ലോ അറിയത്തില്ല. പക്ഷേ ഞാൻ തള്ളി നോക്കട്ടെ കേട്ടോ. പൊന്നിന് പിന്നെ ചെറുതായിട്ട് നടുവേനയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊന്നിനോട് പറയാം കേട്ടോ. എന്താ പൊന്നുവിൻ്റെ റിയാക്ഷൻ നോക്കാം. ഇന്നത്തെ വീഡിയോ ഡെയിലി ലൈഫ് ചെയ്യാം. ഇൻട്രോ ചെയ്യാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പൊന്നിനോട് ഞാൻ അങ്ങനെ ഒരു സത്യം പറയാൻ പോവാണ്. പൊന്നി തൊട്ട് ഒരു കാര്യം അറിയത്തില്ല, ഒരു സത്യം പറയാൻ പോവാണ് കേട്ടോ. ഒരു കാര്യമല്ല, ഒരു കാര്യം പൊന്നിനോട് പറയാനുണ്ട്. അത് പൊന്നിന് തൊട്ട് അറിയത്തില്ല. പൊന്നുവിനെ ആ കാര്യം എന്താണെന്ന് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോവാണ് കേട്ടോ പൊന്നിനോട്. അപ്പം ഒരു കാര്യം, നിനക്കറിയാത്തൊരു കാര്യമുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ട്. അയ്യോ, നാളെ നോക്കി. സന്തോഷായോ? നിനക്ക് വേണ്ടി സർപ്രൈസ് ഇട്ടോ. നിനക്ക് ആദ്യത്തെ സർപ്രൈസ് ആണല്ലോ ദൈവമേ ഇത്. അപ്പൊ എന്താന്ന് വെച്ചാല് നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് പൊന്നുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. 2 ദിവസമായിട്ട് പൊന്നു എന്നോട് ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി പറയുമായിരുന്നു. പഴംപൊരി. പഴംപൊരിയായിട്ട് ബന്ധമുണ്ട്. പഴംപൊരി. നിനക്ക് വേണോ ഈ പഴംപൊരി? നിനക്ക് വേണോ പഴംപൊരി? അത് കൂട്ടുകാരൊക്കെ നിന്നെ വെയിറ്റ് ചെയ്യുവാണ്. ഹലോ കൂട്ടുകാരെ, അപ്പൊ എന്താന്ന് വെച്ചാല് ഞാൻ പറയാൻ പോവാണ്. സംഭവം എന്താന്ന് വെച്ചാല് നമ്മളിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊന്നുവിന് ചെറുതായിട്ട് നടുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നടുവേനയും കാലുവേദനയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണ് ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോവാൻ നോക്കുമ്പോൾ എനിക്കാണ് പൊന്നിൻ്റെ കാര്യം കറക്റ്റായിട്ട് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നാണേൽ എല്ലാവരും പറഞ്ഞു, എന്താണ് മമ്മിയൊക്കെ വിളിച്ചിങ്ങനെ പറഞ്ഞു, വീട്ടിലേക്ക് വിട്, അങ്ങനെ മീൻസ് അവർക്ക് കുഞ്ഞിനെ കാണാൻ കൊതിയാവുന്നുണ്ട്, വീട്ടിലേക്ക് വിടുന്ന് കുറേ ആയിട്ട് പറയുന്നു. അപ്പോൾ പൊന്നുവിനാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നാട്ടിലേക്ക് പോകണമെന്ന്. അപ്പം അങ്ങനെ വീട്ടിലെല്ലാവരും ഇങ്ങനെ പറയാം കേട്ടോ. നമുക്കിപ്പം നാട്ടിൽ പറഞ്ഞില്ലേ, അങ്ങോട്ട് ചെല്ലുന്നില്ല, നമ്മൾ പറഞ്ഞില്ല നമ്മൾ ചെല്ലുന്ന അങ്ങനെ പറഞ്ഞപ്പം അങ്ങനെ ഏറ്റവും അവസാനം ആ മുഹൂർത്തമായി. പൊന്നുവിൻ്റെ ടിക്കറ്റ് എടുത്തു, നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്തു 10-ാം തീയതിയിലേക്ക്, ജൂൺ. കാര്യം എടി കാര്യം പറഞ്ഞടി. പറ്റിക്കാൻ നോക്കുക. പറ്റിക്കാൻ എന്തിനാ വീഡിയോ എടുക്കുന്നേ? പറ്റിക്കാൻ എന്തിനാണ് വീഡിയോ എടുക്കുന്നേ? പറ്റിക്കാൻ എന്തിനാ വീഡിയോ എടുക്കുന്നേ? കണ്ടോ, ഇത് പറ്റിക്കാനായതുകൊണ്ടല്ലേ നീ വീഡിയോ എടുക്കാത്തെ? ചീറ്റിപ്പോയില്ലേ നിന്റെ ആഗ്രഹം? എന്താഗ്രഹം ചീറ്റിപ്പോയെന്ന്? പിന്നെ ടിക്കറ്റ് കാണിച്ചു തരാം, നോക്കിയോ. ഇതിൻ്റെ അയച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, പുല്ലിൻ്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. കണ്ടു, പുല്ല് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പം നാട്ടിൽ പോകാൻ പഴംപൊരി ഇന്നലെ പോയിട്ട് നിന്നെ കാണാനില്ല എൻ്റെ വാട്സപ്പിൽ. എടി അതല്ലടി, മറ്റേ അങ്ങനെ ബിസിനസ്, വാട്സപ്പ് ബിസിനസ് നാളെ എൻ്റെ വയസ്സ് അറിയാൻ പറ്റുമ്പോഴേക്ക് ഞാൻ വിശ്വസിക്കില്ല. നീ എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും ആക്കിയിട്ടത്. എഡിറ്റ് ചെയ്തതാണോ? കാര്യം പറഞ്ഞാടി, കാര്യം. അപ്പൊ കൊച്ചിന്റെ വിസ ഏതൊക്കെയാ? കൊച്ചിന്റെ എന്ത്?
പാസ്പോർട്ടും വിസയൊക്കെ കൊച്ചിനെന്തിനാ പാസ്പോർട്ടും വിസ? ഇങ്ങോട്ടേക്ക് വരാൻ നേരത്ത് പോരെ? അങ്ങോട്ട് പോകുമ്പോ എന്തിനാ? ഇങ്ങോട്ടേക്ക് വരുമ്പോഴല്ലേ വിസന്റെ ആവശ്യം, അങ്ങോട്ട് പോകുമ്പോ എന്തിനാ? അതാരാ പറഞ്ഞേ? അങ്ങനെയാടി, ഇങ്ങോട്ട് വരുമ്പോ വേണ്ട, അങ്ങോട്ട് പോകുമ്പോ മാത്രം മതി. ഇങ്ങോട്ട് വരുമ്പോഴാണ് വേണ്ട, അങ്ങോട്ട് പോകുമ്പോ വേണ്ട. കൂട്ടുകാരെ ഞാൻ പറ്റിക്കുന്നതാണോ അല്ലെന്ന് കാണാം. എന്റെ തല തൊട്ട് സത്യം വെക്ക്. എടി കാര്യം പറഞ്ഞാടി, കൈ തൊട്ട് നോക്ക്. കൂട്ടുകാരുടെ മുന്നിൽ സത്യം വെച്ചേ. നീ കൈ ഇങ്ങനെ മടക്കി വെച്ചോന്ന് എനിക്ക് സംശയം. എന്റെ പൊന്നു കുഞ്ഞ നോക്ക്, എന്റെ കൈ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മറ്റേ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ട് അവള് പോകണ്ട നാട്ടിലേക്ക് അന്ന് തന്നെ. അപ്പം സെയിം ഫ്ലൈറ്റിന് തന്നെ കൂടെ ആളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ പൊന്നു അങ്ങനെ നാട്ടിലേക്ക് വരികയാണ് കൂട്ടുകാരെ. സന്തോഷമായോ? കൂട്ടുകാരോട് എന്താ പറയാനുള്ളേ? ചെന്നിട്ട് കൂട്ടുകാരെ കാണാലോ ഇനി. ഇത് വെറുതെ പറയുന്നയാ, സത്യം പറയടാ. കാര്യം പറഞ്ഞാടി. എന്താടാ എടി കാര്യം പറഞ്ഞാ? അമ്മയ്ക്ക് പൊടിഞ്ഞോലും വെള്ളം പറയണേ. അപ്പൊ കുഞ്ഞുബേബിന്റെ ടിക്കറ്റ് അതിലില്ലല്ലോ, എന്റെ മാത്രമാണല്ലോ. നിന്റെ വേണ്ട, ഇൻഫൻസിന്റെ വേണ്ട. ഇൻഫൻസിന്റെ ബോർഡിംഗ് പാസ് എടുക്കുമ്പോ അവിടെ നിന്നാണ് തരുന്നത്. അവിടെ ചെല്ലുമ്പോ ബോർഡിംഗ് അത് ഞാൻ എടുത്ത് വരും. അവിടെ ചെല്ലുമ്പോ ബോർഡിംഗ് പാസ് ഇല്ലേ, ബോർഡിംഗ് പാസ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ബോർഡിംഗ് പാസ് ഇട്ട് തുറക്കുന്നുണ്ടോ? അതുപോലെ അവിടെ എത്തുമ്പോ ബോർഡിംഗ് പാസിന്റെ അവിടെ നിന്നാണ് ഇൻഫൻസിന്റെ ടിക്കറ്റ് എടുക്കുക. നീ എന്നോട് പറയാണ്ടെടുത്ത് വെച്ചാല് പിന്നെ സർപ്രൈസ് തരണ്ടേ? നിന്റെ ഒടുക്കത്തെ ആഗ്രഹമായിരുന്നോ? നിനക്ക് വല്ലാത്ത ആഗ്രഹമല്ലായിരുന്നോ? എത്ര നാളെ പറയണം നാട്ടിൽ വരണം എന്ന്. പഴംപൊരിയും ചായയും കുടിക്കാനാണ് പൊന്നിന്റെ മനസ്സ് മൊത്തം പഴംപൊരിയും ചായ കേട്ടോ. നോക്ക് നീ സീരിയസ് ആയിട്ട് പറ. എടി കാര്യം പറഞ്ഞാടി. നീ വീഡിയോ ഓഫ് ആക്കുന്നിട്ട് എന്നോട് കാര്യം പറ. കാര്യം പറഞ്ഞ നോക്ക്. ശരി കാര്യം പറഞ്ഞ. എന്താണ് നീ എന്താ ഇങ്ങനെ പറയുന്നേ? മിസ് ചെയ്യില്ലെന്നോ? നീയല്ലേ പറഞ്ഞ നമുക്ക് 3 പേർക്ക് ഒരുമിച്ചാ പോണ്ടേന്ന്. 3 പേർക്ക് ഒരുമിച്ചെന്ന് വെച്ചാല് എടി 3 പേർക്ക് ഒരുമിച്ച് പോവാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എന്തായാലും നടക്കത്തില്ല. വീട്ടില് അറിയത്തില്ലേ, നമുക്കിപ്പം ഇപ്പം പോയാലാണ് ഈ പ്രസവ ശുശ്രൂഷയ്ക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുള്ളൂ. 6 മാസത്തിന് മുന്നേ എങ്കിലും എടുക്കണം കറക്റ്റായിട്ട്. ഞാനിപ്പോൾ എപ്പോൾ വരാനാ? 6 മാസം കഴിഞ്ഞിട്ട് വരാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ. പറ, എന്തേലൊന്ന് പറ. അപ്പൊ പൊന്നു ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക. സന്തോഷമല്ല, എന്തെങ്കിലും ഇരിക്കുന്നേ കണ്ടോ? കുഞ്ഞിന് നാട്ടിൽ പോകുന്നതിന് സന്തോഷാ. ഈ കുഞ്ഞ് കായും കൈയൊക്കെ ചടിക്കണുണ്ട്. നാട്ടിൽ പോവാ, ഇപ്പൊ പോവാന്ന്. ഇപ്പൊ പോവാരോ? അപ്പൊ നമ്മളെ പറഞ്ഞു വിടുവാന്ന്. അപ്പൊ ഈ നമ്മളെ കണ്ടില്ലേ, സങ്കടം ഇല്ലാന്ന്. ഓഹോ, അങ്ങനെയാണോ ഇപ്പം? എന്റെ പൊന്നെ, അപ്പൊ ഇപ്പൊ നാട്ടിൽ പോവാനോ? അപ്പ ഉച്ചക്കിട്ട് നാട്ടിൽ പോവാനോ? അപ്പയുടെ പൊഞ്ഞ് അപ്പനെ ഉച്ചക്കിട്ട് നാട്ടിൽ പോവാനോ? അപ്പയ്ക്കല്ലേ വേണ്ടാത്ത, അപ്പയല്ലേ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചേ. എന്നോട് പറയാണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തേ. ഇങ്ങനത്തെ കാര്യ സർപ്രൈസ് തരിക? പിന്നെന്ത് സർപ്രൈസ് തരിക? സർപ്രൈസ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നേ പൊന്ന്. ഞാൻ പോവാ, എനിക്ക് സന്തോഷം. അതന്നെ പറഞ്ഞേ. ഹാപ്പി ആയില്ലേ? നാട്ടിൽ പോയിട്ട് അപ്പൊ എന്ത് ചെയ്യും? തല കുത്തിവെക്കും. പറ്റിക്കുന്നയാണോന്ന് പറ. പറ്റിക്കുന്ന എന്തിനാടി? ഞാൻ നിന്നെ എന്തിനാ ഞാൻ പറ്റിക്കുന്നേ? അത് പറ. നീ എന്തിനാ പഠിച്ചിട്ട് എനിക്കൊന്ന് കിട്ടുന്നേ? പൈസയോ? എന്റെ പൊന്നു കുഞ്ഞാ, എന്ത് പൈസ? നാട്ടിലേക്ക് പോവാൻ ടിക്കറ്റ് എടുത്തു. നിനക്കും കുഞ്ഞിനും ടിക്കറ്റ് എടുത്തു. നിനക്ക് ക്യാമറ ഓഫ് ആക്കാണ്ടിരുന്നേ? എന്താ ഇപ്പൊ ക്യാമറ ഓഫ് ആക്കാണ്ടിരുന്നേ? എന്താ സംസാരിക്കാൻ വന്നേ? എടി അത് ഓഫായില്ലേ? നോക്കട്ടെ. വേണ്ട, നീ
നീ പറ. നമുക്ക് മമ്മീനെയും പപ്പേനെയൊക്കെ കാണാം, വിഷമിക്കണ്ട നീ. അപ്പൊ കൊച്ചിന്റെ മാമോദീസയ്ക്ക് നീ ഇല്ല? മാമോദീസ ഞാൻ വരാണ്ടിന് മാമോദീസ നടത്താനോ? നീ അത് കൊള്ളാലോ. ഞങ്ങള് നേരത്തെ നടത്തും. ഞാൻ ജനുവരി ഒക്കെ നമ്മളെ എത്തൂലേ? പിന്നെ ജനുവരി വരെ കൊച്ചിനെ നിർത്താനോ മാമോദീസ മുക്കാണ്ട്? പിന്നെയോ ജനുവരി വരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കുഞ്ഞാ. ഉണ്ട്, 3 മാസം കഴിയുമ്പോ മാമോദീസ മുക്കണം എന്നുണ്ട്. അങ്ങനൊന്നുമില്ല. അല്ല അങ്ങനെ പിന്നെ അങ്ങനെയൊന്നുമില്ല. 3 മാസമോ? അങ്ങനെയാണെങ്കിൽ തന്നെ മാമോദീസ നിർത്തിയാൽ മതി. ഓൺലൈനായിട്ട് നമുക്ക് ഒരു നടത്താം. എനിക്ക് കേട്ടോ. എന്തിന്? ഓൺലൈനായിട്ട് കല്യാണം നടക്കുന്നില്ല അതുപോലെ നീ ചിരിക്കാനോ? പിന്നെ നാട്ടിൽ പോയി കൈ സന്തോഷം വന്നിട്ട് വയ്യാട്ടോ എൻ്റെ ദൈവമേ. എന്റെ കൂടെ ഞാൻ എന്റെ പെണ്ണ, നീ പിന്നെ എന്തിനു വിഷമിക്കുന്നേ? ആണ്ടാണ്ട് ഇറക്കി പിടിച്ചു അമ്മ നീ ഇറക്കി പിടിച്ചു. കരയാൻ വരുന്നുണ്ട്, സ്കൈ ബേബിക്ക് കരയാൻ വരുന്നുണ്ട്. അപ്പൊ വെറുതെ പറ്റിക്കുന്നു കുഞ്ഞു. പിന്നെയും പറയണ ഞാൻ പറ്റിക്കുന്നതാന്ന്. എടി ഇന്നത്തെ വീഡിയോന് ഡേ ഇൻ ലൈഫാ വീഡിയോ. നീ ഇൻട്രോ പറഞ്ഞിട്ട് എണീക്കാമാ. ഒന്ന് ഇൻട്രോ എത്ര നേരമായി? നീ എന്നാ സത്യം പറ. എന്ത് സത്യം പറയാനോ? മാമോദീസയ്ക്ക് എങ്ങനെയാ വരിക നീ? എടി മാമോദീസയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, എത്രോട്ടം പറയണം. മാമോദീസയ്ക്ക് ഞാനവിടെ ഈ ജനുവരി ആകുമ്പോഴേ എത്തുള്ളൂ. എനിക്ക് ജനുവരിയിലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ജനുവരി ആകുമ്പോഴത്തും റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ഒരുമിച്ചാ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇപ്പൊ പെട്ടെന്ന് പ്ലാൻ മാറ്റിയേ? എടി ഒരുമിച്ചാ പോകുന്ന വെച്ചാൽ ഈ കുഞ്ഞാ തമാശ കളിയല്ല. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പ്രസവ ശുശ്രൂഷയൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പം ഞാൻ തന്നെ ഇവിടെ നമുക്ക് പറ്റുന്ന രീതിയിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് അങ്ങനെ നാട്ടിലത്തെ പോലെ അത്രയും ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നീ എന്നെ നന്നായിട്ട് തന്നെയാ നോക്കുന്നത്, അതിനെന്താ ഇവിടുത്തെ കുഴപ്പം? നന്നായിട്ട് ഞാൻ നോക്കുന്നേ, അതല്ല പറയുന്നേ. മൂടി വെച്ചേക്കുന്നുണ്ട്. എൻ്റെ പൊന്നിന് ക്യാമറ മൂടി വെച്ചേക്കുന്നില്ല, റെക്കോർഡിംഗ് അല്ല. നോക്ക്, കാണണോ? നോക്ക്. ഓഹ് റെക്കോർഡിംഗ് ആയിരുന്നോ? വിഷമിക്കണ്ടോ, നമുക്ക് നാട്ടിൽ പോവാട്ടോ. ആയിക്കോട്ടെ, നാട്ടിൽ പൊക്കോളാം. അപ്പൊ കൂട്ടുകാരെ ഞാൻ നാട്ടിലേക്ക് വരാം കേട്ടോ. അതല്ല, ഇന്നത്തെ ഡേ ഇൻ ലൈഫ് ആണ് വീഡിയോ. ഇൻട്രോ എടുക്കുക. ഡേ ഇൻ മൈ ലൈഫ്. ഇന്നത്തെ നമ്മുടെ ദിവസം എങ്ങനെയാന്ന് നാട്ടിൽ പോകുന്ന കാര്യം സർപ്രൈസ് ആയിട്ട് പറയാം. ഇപ്പൊ പറയണ്ട കൂട്ടുകാരോട്. നിനക്ക് സർപ്രൈസ് തരാം. അതുപോലെ നീ കൂട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കുക. ഉറങ്ങാ? കണ്ണു തുറന്നാണ് ഉറങ്ങുന്നേ. ഇൻട്രോ പറ. ഡേ ലൈഫാണേ. നീ പറഞ്ഞ നീയല്ലേ എന്ന് സർപ്രൈസ് ഒക്കെ തരുന്ന, അപ്പൊ നീ പറഞ്ഞത്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറ. സ്വാഗതം. നോക്കൂ മാതിരി പറഞ്ഞു. നീ പറ. എടി നീ പറ. നീയാണ് ഇന്നത്തെ മെയിൻ റോള്. എടി നീയല്ലേ പൊന്മണി. ഞാനല്ല, നീയാ പൊന്മണി. എന്റെ കുട്ടി ഉറങ്ങുന്ന. ഇൻട്രോ പറ പറയ്. നീ പറഞ്ഞാതിച്ച എനിക്ക് ഇതില്ല, എനിക്ക് സങ്കടമൊന്നുമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. എടുക്കട്ടെ. ഹലോ കൂട്ടുകാർ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് പൊന്നിന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അത് പറയത്തില്ല, നമ്മൾ വേറൊരു ദിവസമാണ് പറയാൻ പോകുന്നത്. എന്താണ് ഇന്ന് പൊന്നുവിന് അത്ര സന്തോഷപരമായ ദിവസമാവാൻ കാരണം നമ്മൾ വേറെ ദിവസം പറയൂ കേട്ടോ. അപ്പൊ ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് പൊന്നുവിന്റെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അല്ലേ കുഞ്ഞാ? നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? ഞാൻ ഒന്നും ഇരിക്കുന്നില്ല. എടി മര്യാദക്ക് ഇരിക്കൂ കുഞ്ഞാ. ഞാൻ ഹാപ്പിയാടാ. ഹലോ കൂട്ടുകാരെ. അയ്യോ എന്താടി കഞ്ഞി കുടിക്കാത്ത പോലെ. എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. എനിക്ക് സർപ്രൈസ് തരാൻ പോവുകയാണ്. അപ്പൊ എന്ത് സർപ്രൈസ് ആണെന്ന് നമുക്ക് നോക്കാം കേട്ടോ.
സർപ്രൈസോ? അതിപ്പോൾ അല്ല പറയുന്നത്, നമ്മൾ വേറെ വീഡിയോയിലല്ലേ പറയുന്നത്. ഇന്ന് ഡേ ഇൻ ലൈഫ് അല്ലേ ചെയ്യുന്നേ, ഇന്ന് നിൻ്റെ ഒരു ദിവസത്തെ കാര്യങ്ങളല്ലേ ചെയ്യുന്നേ. അല്ല, നീ ഇപ്പം ഇത് പറഞ്ഞാൽ മതി. ഇന്ന് എന്ത് സർപ്രൈസിൻ്റെ കാര്യമോ? ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ, ഇന്ന് പുനുവിന് ഒരു ഭയങ്കര ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അല്ലേ കുഞ്ഞാ? എന്താ സർപ്രൈസ് എന്ന് അവൻ ഓൾറെഡി എന്നോട് പറഞ്ഞു കേട്ടോ സർപ്രൈസ്. അത് കാരണം എൻ്റെ മുഖം തെളിയുന്നില്ലാത്തല്ല, എനിക്ക് സന്തോഷാട്ടോ, കുഴപ്പമൊന്നുമില്ല. പൊന്നുവിന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. കാരണം പൊന്നുവിന് ഒത്തിരി നാൾക്ക് ശേഷം പൊന്നു അങ്ങനെ നാട്ടിലേക്ക് പോകാൻ പോവാണ് കേട്ടോ. ഇനി അത് ഞാൻ പറഞ്ഞ ശരിയാ, നീ പറ. ഞാൻ എന്താ പറയണ, നീ എല്ലായിടത്തും വെച്ചാ. അപ്പം ടിക്കറ്റൊക്കെ എടുത്തു എന്നാണ് പറയുന്നത്. ടിക്കറ്റൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞു ബേബീൻ്റെ ടിക്കറ്റ് വേണമെന്നാണ് എല്ലാവരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് ഇച്ച മാറ്റി പറയുന്നത്. അയ്യോടെ തന്നെ കിടന്ന് ഉറങ്ങിയതുണ്ടോ ഇങ്ങനെ കേട്ടോ. സ്കൈ ബേബി വയറൊക്കെ നിറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങിക്കോളും. നമ്മൾ പാട്ട് പാടി കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങിക്കോളും. നല്ല എണീച്ചല്ലോ. ദൈവം എന്നെ പറ്റിയാണല്ലോ പറഞ്ഞത്, എണീച്ച് കളയാന്ന്. അയ്യോടാ. അപ്പോൾ കുഞ്ഞും അങ്ങനെയാണ്. അപ്പോൾ കുഞ്ഞും അതിൻ്റെ ഹാപ്പിയിലാന്ന് തോന്നുന്നു കേട്ടോ. നാട്ടിലേക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണെന്ന് തോന്നുന്നു കുഞ്ഞിന് കാര്യങ്ങളൊന്നും അറിയാനായിട്ടില്ല. എങ്കിലും നമ്മൾ അതിശോക്തിയില്ലേ. അപ്പം അങ്ങനെ ഞാൻ നാട്ടിൽ വരുവാണ്. അപ്പം എന്നെ കാണാം, കുഞ്ഞു ബേബീനെ കാണാൻ നാട്ടിൽ നിന്ന്. അപ്പം അവൻ ജൂൺ 10 ടിക്കറ്റ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞേ. ജൂൺ 10 അങ്ങനെ പൊന്നു നാട്ടിലെത്തുന്നത്. അപ്പം ഇനി അടുത്ത ദിവസം തൊട്ട് പാക്കിങ്ങിൻ്റെ വീഡിയോസും അതുമായിട്ട് നാട്ടിലേക്ക് വരുന്നതിൻ്റെ, ഇനിയിപ്പം 10-15 ദിവസമല്ലേ ഉള്ളൂ. അപ്പം നാട്ടിലേക്ക് വരുന്നതിൻ്റെയും അതുപോലെ തന്നെ അപ്പം ഇനി 10 ദിവസം കൂടെ ഞാൻ UK ഉണ്ടാവുള്ളൂ. 10 ദിവസമല്ലല്ലോ, ഇനി എത്ര ദിവസം ഉണ്ട്? ഇന്നെന്താ ദിവസം? അപ്പം ഇച്ചേൻ്റെ അടുത്ത് ഇച്ചേനെ കടിക്കരുത് എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാർക്ക് ഞാൻ എനിക്ക് കടിക്കാൻ വരില്ലടാ. അപ്പോൾ പൊന്നെ ഭയങ്കരമായിട്ട് കടിക്കുകയൊക്കെ ചെയ്യില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് കടിക്കുന്നതാണ്, വലിയ കാര്യമായിട്ട് കടിക്കുന്നൊന്നുമല്ല കേട്ടോ. പക്ഷെ എങ്കിലും എൻ്റെ കടി ഞാൻ മിസ് ചെയ്യും. എന്നെ കടിക്കുന്ന മാത്രം മിസ് ചെയ്യുള്ളൂ. എന്നെ കടിക്കും, എന്നെ പിച്ചും മാന്തുക ചെയ്യില്ലേ. ഞാൻ ഉപദ്രവിക്കുന്നോണ്ടാണ് ഞാൻ നാട്ടിൽ വിടുന്നത്. അല്ലപ്പാ, അതുകൊണ്ടാണ് ഞാൻ വിടുന്നേ. നമുക്കിപ്പോൾ ഈ പ്രസവശുശ്രൂഷ എടുക്കുന്നതുകൊണ്ടല്ലേ. അല്ലേ കൂട്ടുകാരെന്ന് പറയുകയാണ്, ഈ സമയത്ത് പ്രസവശുശ്രൂഷ ശരിക്കും നന്നായിട്ട് എടുക്കണ്ടേ വീട്ടുകാർ നന്നായിട്ട്. എന്താ നീ നന്നായിട്ടല്ലേ നോക്കുന്നത്, പിന്നെ നിന്നിപ്പം നാട്ടിൽ വിടുന്നത്? ഞാൻ നോക്കുന്നുണ്ടല്ലോ, പക്ഷെ ഇനിയിപ്പം ഈ വർക്കിന് പോയി തുടങ്ങുമ്പോൾ മൊത്തത്തിൽ എനിക്ക് നല്ലോണം നിന്ന് നോക്കാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ ഉള്ളത് നിനക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എന്നെ വിടുന്നത്? ഞാൻ ബുദ്ധിമുട്ടായതുകൊണ്ടല്ലപ്പാ. എന്തെങ്കിലും പറയുന്നേ? അയ്യേ, സങ്കടപ്പെടല്ലേ. സങ്കടപ്പെടുന്ന എന്തിനാ? നോക്ക്, കൂട്ടുകാരോട് ചിരിച്ചു പറ. നാട്ടിലേക്കല്ലേ പോകുന്നേ? നമ്മൾ 3 പേരും പോവാന്നല്ലേ പറഞ്ഞേ? അയ്യോ, എനിക്ക് സങ്കടം ശരിക്കും വരുവാടാ. എനിക്ക് സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചിരിക്കൂലേ. സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ആരും ചിരിക്കൂല കേട്ടോ. ഇവിടെ മാത്രമല്ല, ആരും ചിരിക്കാറില്ല. അപ്പം അങ്ങനെ UK നിന്നും നാട്ടിലേക്ക്, വയനാട്ടിലേക്ക്, UK നിന്നും വയനാട്ടിലേക്ക് അങ്ങനെ പോയി. അപ്പം നിനക്ക് കുഞ്ഞുവിനെ മിസ് ചെയ്യില്ല? കുഞ്ഞുവിനെ മിസ് ചെയ്യാണ്ട് പിന്നെയോ? കണ്ട, നിനക്ക് കുഞ്ഞുവിനെ മിസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നിന്റെ ശബ്ദം നോക്കി എങ്ങനെയാണ്. എന്നെ മിസ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ നിന്റെ കടിയും പിച്ചും മാന്തും മിസ് ചെയ്യുന്നു. അത് വിട് പറ കൂട്ടുകാരോട് പറ. നിന്റെ എക്സൈറ്റ്മെന്റ്, നിനക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അവിടെ ചെന്നിട്ടെന്താ, വീട്ടിൽ നിൽക്കും. വീട്ടിൽ ചെന്നിട്ട് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? കുളിക്കും, ഉറങ്ങും, ആണ് മമ്മീൻ്റെ ഫുഡ് കഴിച്ചിട്ട് കിടക്കും. അപ്പം ഏകദേശം 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ നാട്ടിലേക്ക് വരുള്ളൂ. അപ്പം 5-6 മാസം പൊന്നു ഇനി നാട്ടിൽ പൊന്നു വീട്ടിൽ പോയി വീഡിയോസൊക്കെ എടുത്ത് അല്ലേ, പൊന്നു നാട്ടിൽ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചിട്ട് കേട്ടോ. നമ്മുടെ വീടും നമ്മുടെ വീട്ടുകാരെയും
നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ പൊന്ന് നാട്ടിൽ എത്തിക്കഴിയുമ്പോൾ പൊന്ന് നാട്ടിൽ നിന്ന് ഇനി വീഡിയോസൊക്കെ എടുക്കും. ഞാനപ്പോൾ ഇനി ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ തിരക്കിലായിരിക്കും. പിന്നെ ഏകദേശം 5-6 മാസം കഴിഞ്ഞിട്ട് ഇച്ച് വരില്ലേ? 5-6 മാസം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ആഴ്ച ലീവിനൊക്കെ നാട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നാ ഡ്യൂട്ടിക്ക് പോയാലോ? ഡ്യൂട്ടിക്കോ? പൊന്ന് പറയണ കേട്ടോ, പൊന്ന് ഡ്യൂട്ടിക്ക് പോയാലോ എന്ന്. അത് നാട്ടിൽ പോയിട്ട് എന്നാല് നമുക്ക് മറ്റേ ഇതിന് PSC കോച്ചിങ്ങിനോ? ഞാൻ PSC പഠിക്കില്ല. അതിനാ? നല്ലതല്ലേ? അല്ല അല്ലേ? PSC കോച്ചിങ് നോക്കോ? ഇല്ല. പൊന്നിന് പണ്ട് PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്ന് നാട്ടിൽ പോയി ഇനി PSC കോച്ചിങ് ഒക്കെ റീസ്റ്റാർട്ട് ചെയ്യാം. PSC പഠനമായിരുന്നല്ലോ. നീ ജോലിക്കൊന്നും പോകണ്ട. നീ PSC കോച്ചിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാൻ ഇഷ്ടം ജോലിക്ക് നോക്കോ. നമ്മുടെ ഇവനെ വിളിച്ചാൽ ജോലി ശരിയാക്കാം. ആരെയും പഠിച്ച് ജോലി ശരിയാക്കൊന്നും വേണ്ട. കാര്യം എന്നെ പഠിപ്പിക്കാൻ വിടുമോ കുഞ്ഞേച്ചി? എവിടെ? കുഞ്ഞിച്ച് പഠിപ്പിക്കാൻ വിടുവന്നോ? എന്ത് പഠിപ്പിക്കാന്? നഴ്സിംഗ് പഠിപ്പിക്കാൻ വിടാന്ന് പറഞ്ഞു. എനിക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് പഠിപ്പിക്കാൻ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പഠിക്കാൻ പോകും. കുഞ്ഞൂന് 6 മാസം കഴിയുമ്പോൾ വീട്ടിൽ നിൽക്കൂലോ. അപ്പോൾ ഫ്യൂച്ചറിൻ്റെ കാര്യം നമ്മൾ ഡിസൈഡൊക്കെ ചെയ്തു. 5-6 മാസം കഴിയുമ്പോൾ ഞാനപ്പോൾ ലീവിന് 2 ആഴ്ചത്തേക്ക് വീട്ടിൽ ചെല്ലും. ചെന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരും. പൊന്നു ആനുവൽ ലീവ് 2 ആഴ്ച എടുത്തിട്ട്. രണ്ടാഴ്ച ആനുവൽ ലീവ് ഉള്ളേ? അതിനങ്ങനെ പറയുന്നേ? കുഞ്ഞേത് ലൈഫാട്ടോ, തമാശയല്ല. തമാശയൊക്കെ തമാശ. ജീവിതമാകുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് ഉണ്ട്. നീ മര്യാദയ്ക്ക് പറഞ്ഞേ, മര്യാദയ്ക്ക് സംസാരിച്ചേ. എനിക്കിപ്പോൾ എത്ര മര്യാദയുള്ളൂ? അത് ഇങ്ങനെയൊക്കെ പറയുന്നു. എന്നോടൊന്നും ഡിസ്കസ് ചെയ്യാണ്ട് ഒന്നും തീരുമാനിക്കാത്ത ആൾ ഇങ്ങനെ ചെയ്യുന്നതന്നെ. സംശയം ഉണ്ടെന്ന്. എന്ത് സംശയം ഉണ്ടെന്ന് അറിയുന്നേ? ആ ടിക്കറ്റ് ഏത് വർഷം എടുത്തതാന്ന് നോക്കട്ടെ. എല്ലാവരും കാണാൻ, കുഞ്ഞിനെ കാണാൻ കൊതി വെക്കില്ലേ? അപ്പോൾ ഇപ്പം ചെല്ലുമ്പോൾ നല്ല സന്തോഷമായിരിക്കല്ലേ കുഞ്ഞാ? അല്ലേ? അന്നത്തെ ആണെങ്കിൽ നോക്കി പഠിപ്പിച്ച തന്നെ. ഒന്നുകൂടെ നോക്കിയാൽ അയ്യോ, ഞാൻ പേടിച്ചിട്ടാണ്. ഇപ്പൊ ഞാൻ ട്രൈ ഷീറ്റ് നലിക്കും. കണ്ടോ, പുന്നാണ് നടുവേനയായിട്ട് നടുമിന്നി കിടക്കുക കേട്ടോ. എന്താ പൊന്നു ശരിക്കും നല്ല സന്തോഷമാണ് കേട്ടോ. എന്നോട് സങ്കടം കാണിക്കുന്നയാ. ഞാൻ അതായത് എന്നെ വിട്ട് പോകുന്നതുകൊണ്ട് സങ്കടം കാണിക്കുന്ന കേട്ടോ. നാട്ടിൽ ചെന്നാ പെണ്ണിനെന്താ നല്ല രസമല്ലേ? ചക്കപ്പഴം തിന്നാം, മാങ്ങാപ്പഴം തിന്നാം. ഞാൻ ചക്കപ്പഴം മാങ്ങാപ്പഴം തിന്നില്ല. കുഞ്ഞിപ്പാപ്പു ഞാൻ ഉമ്മോടത്തോളം നീ നാട്ടിൽ വിടുന്ന എന്നെ തൊണ്ട. ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിയുമ്പോൾ ഞാൻ വരില്ലേ? നീ വരുന്ന എനിക്കിപ്പോ എന്താ? എനിക്ക് വീട്ടില് മമ്മിയും പപ്പയും എല്ലാവരും ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ, പിന്നെന്താ പ്രശ്നം? അമ്മയുണ്ട്. നീ അമ്മേന്റെ അടുത്ത് തിരിഞ്ഞു കിടക്ക്. വീഡിയോ എടുക്കും കുഞ്ഞാ. വീഡിയോ എടുക്കാം. ടോപ്പിക് മാറ്റണം. എന്നാല്
മാറ്റണോ? അപ്പച്ചി പൂജ സന്തോഷമായി. അപ്പച്ചി പൂജയ്ക്ക് നാട്ടിൽ പോകുന്നോണ്ട് നീ അപ്പനെ കാണണ്ടല്ലോ അല്ലേ? നീ അപ്പനെ കാണണ്ടല്ലോ, സന്തോഷമായല്ലോ. നീ ആരുടെ മീറ്റ് അപ്പ് ചെയ്തും? നീ ആരുടെ മീറ്റ് അപ്പ് ചെയ്തും അപ്പച്ചി പോന്ന്? ദൈവമേ, എൻ്റെ അമ്മ നീ ആര് ഗ്യാസ് കളയും പറ്റി പൊന്നിൻ്റെ? അപ്പോഴത്തെ പൊന്നിന് തോടിൽ ആരിട്ട് ഇനി ഗ്യാസ് കളയുക? വീട്ടിൽ ചെന്ന് എല്ലാവരും കൊണ്ടുവരണം. അമ്മയുടെ പൊന്നിൻ്റെ കുറെ ഗ്യാസും കളയാടെ പോയിട്ട് നമുക്ക് കുഞ്ഞു നോക്കി കളിക്കുന്നേ. പറ. നോക്കിയിരിക്കും നോക്ക്. എന്താടി കാര്യം ഞാൻ പറഞ്ഞല്ലേ? എന്തിനാ പറ്റിക്കാൻ പറയുന്നത്? നീ എന്തിനാ പിന്നെ ഇനി പറ്റിക്കാൻ പറയാന്ന് പറയുന്നേ? ഞാൻ എന്തിനാ പറ്റിക്കാൻ? എനിക്ക് പറ്റിച്ചിട്ട് എന്താ കിടന്നേ? അതന്നെ നാട്ടിൽ പോവില്ലെന്നോ? എനിക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. എനിക്ക് എനിക്ക് പരിപാടികളുണ്ട്. എനിക്ക് നോക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ നാട്ടിൽ പോവാണേല് വീഡിയോ എടുക്കാനിട്ട് ഈ പണിയുണ്ട്. എണീച്ചേ. നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീ എന്താ ഒരുമാതിരി എന്നോട് വർത്താനം പറയുന്നേ? ഞാൻ എന്താ പറഞ്ഞേ? എനിക്ക് നാട്ടിൽ എനിക്ക് നിന്നെ നോക്കാൻ പറ്റില്ല. നാട്ടിൽ പോവുകയാണെങ്കിലെന്നോ? എന്റെ കുഞ്ഞ് അങ്ങനെ പറഞ്ഞല്ല. നീ പിന്നെ വേറെ എന്ത് രീതി പറഞ്ഞാന്ന്? ഇതുവരെ എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇത് അങ്ങനെ പറഞ്ഞതല്ലേ. എനിക്ക് വർക്കിന് പോകണ്ടേ? നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ? അതിന് നീ ഇങ്ങനെ എന്നോട് പറയുന്നത്? എനിക്കിങ്ങനെ നോക്കാൻ പറ്റില്ല, വേണം പോടുന്നെന്ന്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞേ. ഞാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ആയതാലെയുള്ള നീ പറയുന്നേ. അങ്ങനെയാണോ പറഞ്ഞേ? ബുദ്ധിമുട്ടായി സഹിക്കാനായിട്ട്. അല്ല പിന്നെ കുറെ നേരമായി. വീഡിയോ എടുക്കുന്നുണ്ടോ? അല്ല നീ പണി ഉണ്ട്. എണീച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. എടുക്കുക. എനിക്ക് പണിയുണ്ടോ? ഞാൻ വീഡിയോ എടുക്കാനൊന്നുമില്ല. നീ പൊക്കി കൊടുന്നു. ഞാൻ കൊച്ചിനെ ഉറക്കാൻ പോവാ. അപ്പച്ചി പൊഞ്ഞു പോൻ്റെ അമ്മ കൂടെ പോണ്ടെങ്കിൽ പോരെ. ഞാൻ ഉറക്കിക്കോളാം എൻ്റെ കൊച്ചിനെ. അപ്പച്ചി പൊഞ്ഞിങ് വഞ്ഞേറ്റി. നീ കരയുന്ന എന്തിനാ? കരഞ്ഞിട്ടൊന്നും കാര്യമില്ല കേട്ടോ. എനിക്ക് സന്തോഷാ. എനിക്ക് ഇങ്ങനെ എന്നോട് ഇത്ര ദേഷ്യമാണ്. ഞാൻ സന്തോഷല്ലേ? മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നെ നോക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നെ കാണാതിരിക്കാലോ. സന്തോഷല്ലേ? ഇപ്പൊ എന്നെ കാണണ്ടിരിക്കുന്ന എന്തെങ്കിലും ഞാൻ സന്തോഷാന്ന് പറഞ്ഞിട്ടുണ്ടോ? ചേ പറഞ്ഞിട്ടില്ല അല്ലേ? കഴിഞ്ഞോട്ടെ മഴക്കുണ്ടാക്കി എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞ? നീ എന്നോട് പൊക്കോന്ന് പറഞ്ഞപ്പോ ഞാൻ ആയിക്കോട്ടെ ഞാൻ പോകുമോ, ഞാൻ നാട്ടിൽ പൊക്കോളാന്ന് പറഞ്ഞു. വീഡിയോ എടുക്കുന്നുണ്ട്, അത് നീ പറ. വീഡിയോ എടുക്കുന്നുണ്ടോ? എടുക്കുക. എനിക്ക് പണിയുണ്ട്, വേറെ എനിക്ക് പോവാനുണ്ട്. നീ പൊക്കോ ആദ്യം. അപ്പോൾ കൂട്ടുകാരെ, അപ്പോൾ പൊന്നു അങ്ങനെ 10-ാം തീയതി ആകുമ്പോൾ നാട്ടിലേക്ക് വരികയാണ്. ഒരു വീഡിയോ എടുക്കുക. നീ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ പൊന്മണി, നിർത്തുക കേട്ടോ. നീ ഇല്ലാണ്ട് ഞാൻ ചെയ്യില്ല. ഇനി എന്ത് ചെയ്യില്ലാന്ന്? വീഡിയോ ചെയ്യണ്ട. അപ്പോൾ ഇന്നത്തോടെ ലാസ്റ്റ് വീഡിയോ ആക്കാനാ.
ആണോ? അപ്പച്ചി പൊഞ്ഞാറ്റി പോയിട്ട് അമ്മ PhD പഠിക്കാൻ പോവോ? എൻ്റെ ദൈവമേ, വീഡിയോ എടുക്കുന്നുണ്ടേ ഇപ്പം എടുക്കാം, അല്ലേ എനിക്ക് ഇത് റെക്കോർഡിംഗ് ആയിരുന്നോ? ഇടി ഒന്ന് വാടി നോക്കി, ഇത്ര റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ പൊന്നു ഏകദേശം വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ, കാര്യങ്ങളൊക്കെ ഏകദേശം പൊന്നു ഒറിജിനലാണെന്ന് വിചാരിച്ചേക്കുന്നേ. അപ്പം വിഷമിച്ച് കിടക്കുവാണ് കേട്ടോ. പൊന്നിനാട് ചോറ് കൊണ്ടുപോവാം, ചോറും സാമ്പാറും കൂണ് തോരണം കേട്ടോ, കൊണ്ടിട്ട് കൊടുക്കട്ടെ. പിന്നെ പൊന്നു ഡെലിവറി കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് പൊന്നിനെ അധികം അങ്ങ് വിഷമിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം സ്ട്രെസ്സൊക്കെ അധികം അങ്ങ് എടുക്കുന്ന ഇപ്പോൾ ശരിയല്ലല്ലോ. അപ്പം എങ്കിലും ഇപ്പം വിഷമായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആൾക്ക് മനസ്സിലായി ഇത് ശരിയാണ്, സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയി നോക്കാം. അപ്പം ഏകദേശം രാത്രി 10 മണിയായിട്ട് ഇപ്പം ആണെങ്കിൽ പൊന്നു കൂടിയത് പൊന്നു ബാത്റൂമിൽ ഇപ്പോൾ ഇരിക്കുകയാണ് കേട്ടോ, വീഡിയോ എടുത്താലെന്ന് ഓർത്തിട്ട്. നേരത്തെ വീഡിയോ എടുക്കാനൊക്കെ നോക്കിയപ്പോൾ പൊന്നു വൻ സീ പിടിക്കുക, ഒരു രക്ഷയില്ല, അമ്പിന് വലിയ എടുക്കുന്നില്ല കേട്ടോ. ഞാൻ പൊന്നാണെങ്കിൽ ഇത് പ്രാങ്കാണോ, പ്രാങ്കല്ല ഇത് പറ്റിക്കാൻ പറയുന്നതാണോ എന്ന് ഒരു വിചാരമുണ്ട്. പറ്റിക്കാനാണോ ഈ പറയുന്നതെന്ന് ഓർത്തിട്ട് വിചാരമുണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഞാൻ 2-3 കോളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പൊന്നു പോകുന്നതിനെ പറ്റി എൻ്റെ കൂട്ടുകാരോടൊക്കെ എന്നെ പറഞ്ഞു. അതുകൂടെ കേട്ടപ്പോൾ പൊന്നോ ഞങ്ങളോട് എനിക്ക് ദേഷ്യവും സങ്കടവും കരച്ചിട്ടൊക്കെ വന്നിട്ട് ഇപ്പോൾ ബാത്റൂമിൽ കയറിയിരിക്കുക കേട്ടോ. ജന്മം ഞാൻ വിളിച്ചിട്ട് ഇറങ്ങി വരുന്നു. പൊന്നോ എടി വാടി പൊന്നോ, മിണ്ടുന്നില്ല കേട്ടോ. കണ്ടോ മന്ദം വെച്ച് വരുന്നുണ്ടേ, മന്ദം വെച്ച് മന്ദാകിനി വരുന്നുണ്ട്. എന്താടി നീ എന്തെടുക്ക? ഞാൻ പറഞ്ഞു നീ എന്തെടുക്കുവായിരുന്നു. നീ എന്തിനാ വിഷമിക്കണേ? ആര് വിഷമിക്കുന്നു? ഞാൻ വിഷമിക്കുന്നൊന്നുമില്ല. എനിക്കൊന്നും മുഖം കഴുകാൻ പറ്റില്ലേ? ഫുഡ് ചേർന്നാല് ഫുഡ് വേണ്ട. എന്തേ? ഞാൻ നാട്ടിൽ പോയിട്ട് കഴിക്കും. എന്റെ മോനെ, എന്നതായിച്ച നിനക്ക്? ഞാൻ എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിലേക്ക് പോകുന്നതിനിപ്പോ എന്തൊക്കെ അറിയാ? നിനക്ക് എന്താടി? ഞാൻ വിഷമിക്കുന്നൊന്നുമില്ല. എന്താ വെച്ച് നിനക്ക്? ആ ഫോൺ കൊണ്ട് നോക്കി അവിടുന്ന്. നാളെ വീഡിയോ ഇല്ല കേട്ടോ കൂട്ടുകാരെ, നാളെ വീഡിയോ എടുക്കാനൊന്നും എടുത്തിട്ടില്ല കൂട്ടുകാരെ. അപ്പം ഞാൻ നാട്ടിലേക്ക് പോവാണ്, അതാണ് ഇന്നത്തെ നാളത്തെ വീഡിയോ. അപ്പം നമ്മൾ ഓക്കെ പൊന്മണി പോവാണ്. അപ്പൊ കൂട്ടുകാരെ ഇതാ ഇച്ചേൻ്റെ പ്രാങ്ക് ചീറ്റ് പോയിരിക്കുകയാണ്. ചെക്കൻ വിചാരിച്ച് ഞാൻ കണ്ടുപിടിക്കില്ല, അതെന്താ ഒരു മറ്റേ എന്താ കള്ള വിസന്ന് എന്തായാലും ടിക്കറ്റ് എടുത്ത് വന്നേക്കുവാണ് അവൻ. അത് എന്തൊക്കെയാ കാണിച്ചേ എൻ്റെ അമ്മ, എന്തൊക്കെ ഡയലോഗാ. കൊച്ചിന് വിസ ഇല്ല, അതൊക്കെ ഞാനങ്ങ് ശരിയായിക്കോളൂ, എയർപോർട്ടിൽ നിന്ന് ശരിയായിക്കോളൂ. പൈലറ്റ് കൊണ്ട് വെച്ചിരിക്കുന്ന നിനക്ക് ടിക്കറ്റ്. പൊന്ന് പിടിച്ചു കൂട്ടുകാരെ, സംഭവം നമ്മള് ഉദ്ദേശിച്ച പോലെ അങ്ങ് കലങ്ങില്ല. സംഭവം ഇവന് പ്രാങ്ക് ചെയ്യാൻ അറിയത്തില്ല കൂട്ടുകാരെ. ഞാനൊന്ന് സങ്കടപ്പെടുമ്പോഴത്തേക്ക് ഇവന് മനസ്സലിയും. ഇവനാണ് കടന്നു പോയി പൊരിഞ്ഞ കരച്ചു കയറുന്നു കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ ഞാൻ കരഞ്ഞില്ല, കരയാങ്ങനെ ഇങ്ങനെ വന്നു. അങ്ങനെ പറയുന്നേ? കരയാൻ വന്നെന്ന് കുറച്ച് വെള്ളം വന്നു, അതിനെ കരയാന്നറിയാം. അങ്ങനെ നല്ലോണം കിടന്ന് കരഞ്ഞോ. പക്ഷെ ഞാനത് ബാത്റൂം പോയി കരഞ്ഞു. ഇവൻ വീഡിയോ എടുക്കുന്ന എനിക്കറിയാം. അയ്യോ അത് പറയേണ്ടി വന്നു. അത് പോട്ട്, എന്ത് പോട്ട്? പ്രാങ്കൊക്കെ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. കുഞ്ഞു മോനല്ലേ. പക്ഷെ എന്റെ പ്രാങ്കൻ കണ്ണുകൾ നിന്റെ ചുറ്റും എപ്പോഴും ഉണ്ടാവും. നീ സൂക്ഷിച്ചോ.
ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒരു ദിവസം എന്ത് എങ്ങനെയാ പ്രാങ്ക് ചെയ്യണ്ടേന്ന് പഠിപ്പിച്ചരാ. വിഷമിക്കണ്ട മോൻ, വിഷമിക്കണ്ട. ചായ പോട്ടാ. എൻ്റെ പൊന്നെ ഇപ്പൊ രാത്രി 12 മണിയായിട്ടോ, 12:30 ഇപ്പോ. പക്ഷെ ഇത്ര നേരം കൊണ്ടെത്തിച്ചു കേട്ടോ. രാത്രി ചോറിനാ നേരത്ത് പൊന്നു ചോറ് കഴിക്കാൻ വരുന്നില്ല. പണ്ട് പൊന്നു ഭയങ്കര കരച്ചിലായിരുന്നു. ആ സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. ആ സമയത്തോട്ട് പൊളിഞ്ഞത്. ചേച്ചിക്ക് വീഡിയോ പോലെ എടുക്കാൻ പറ്റിയ ഷായില്ലപ്പാ. കുഞ്ഞിപ്പിള്ളേർ കിടന്ന് കരയുന്നവർ കിടന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. അയ്യോടാ. ഇനിയിപ്പോൾ കുഞ്ഞിനെ പറ്റിച്ചെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ സങ്കടാകുമോ? കുഞ്ഞ് വലുതാകുമ്പോൾ ഇത് കാണൂര് ദൈവമേ. എന്നെ നാട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചേ അപ്പാന്ന് പറയുന്നു. അപ്പൊ അത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷം. മറ്റു വീഡിയോയുടെ നാളെ കാണാം. ഞാനും പറയാം, നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിന്നെയും കൊണ്ടേ പോവുമോയേ.